ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടിപ്പുകളെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലോ. നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കിയായിരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പാചകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ചാരി വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ചാരി വെക്കുന്ന സമയത്ത് അത് തെന്നി ചാടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുന്നതിനുള്ള ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു മാസ്കിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതേപോലെ ഫോൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ സ്റ്റാൻഡിനേക്കാൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലൊന്നും ചാടിപ്പോവുകയില്ല. അപ്പോൾ ഇനി നമുക്ക് മൊബൈൽ സ്റ്റാൻഡൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട, നമ്മുടെ കയ്യിലുള്ള ഒരു മാസ്കിംഗ് ടേപ്പ് മാത്രം മതി. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തീർന്നിട്ട് പുതിയത് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം. ഗ്യാസ് സിലിണ്ടർ ലീക്ക് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഒരു ടിപ്പാണിത്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ കുറച്ച് 2 ഡ്രോപ്സ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ബബിൾസ് പോലെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ലീക്കാണ് എന്നാണ് അർത്ഥം. ഇതിനകത്തിപ്പോൾ ബബിൾസ് ഒന്നും വരുന്നില്ല, അപ്പോൾ നമ്മുടെ ഗ്യാസ് ലീക്കല്ല. അങ്ങനെ ബബിൾസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഡെലിവറി ചെയ്ത ആളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ സിലിണ്ടർ മാറ്റി തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓരോ തവണയും നമ്മൾ സിലിണ്ടർ മാറ്റി വയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ സോക്സ് ഒക്കെ ഇങ്ങനെ മടക്കി വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ ജോഡി കാണാണ്ടായി പോകലൊക്കെ പതിവാണല്ലേ. അപ്പോൾ ഇനി അതുപോലെ ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വീട്ടിലൊരു ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓരോന്ന് എടുക്കുമ്പോൾ ഓരോന്ന് കാണാതാകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. അത് കാണാനും നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ യൂണിഫോമിൻ്റെ സോക്സൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു സോക്സ് എടുത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ നിന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് വരികയാണ്. മുകൾ വശത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വരികയാണ്. അതിനുശേഷം അടിവശത്തുള്ള സോക്സിൻ്റെ ആ ഒരു തുറന്നിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോക്സിൻ്റെ ജോഡി കാണാതായി പോവുക അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ഇതേപോലെ മടക്കി വെക്കുകയാണെങ്കിൽ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, അതും നമ്മൾ തുണി മടക്കുന്ന ഒരു ടിപ്പായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ ബനിയനോ നെയ്റ്റിയോ ചുരിദാറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മോക്കടെ ഒരു ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഫോൾഡ് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ടീഷർട്ടിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് ആ കോർണറിലേക്ക് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ടീഷർട്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഷോൾഡർ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീഷർട്ടിൻ്റെ സെൻറ്റർ എടുക്കുക. ആ സെൻറ്ററിൽ പിടിച്ചിട്ട് ഷോൾഡർ നമ്മുടെ ആ താഴെയുള്ള കോർണർ ഭാഗത്തേക്ക് ഒന്ന് മടക്കുക. അപ്പോൾ നമ്മുടെ ടീഷർട്ട് പെട്ടെന്ന് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കത് മടക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നെയ്റ്റിയോ ചുരിദാറോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മടക്കിയെടുക്കാം. ഞാൻ ഒരു ചെറിയ ബനിയൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ മടക്കുന്നുണ്ട്. തുണി മടക്കുക എന്നുള്ള ജോലി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നുമെങ്കിലും നമ്മൾ ചെയ്തു വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൗഡർ എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ള പൗഡർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നമ്മൾ ആദ്യം തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം എടുക്കാൻ. എനിക്കിപ്പോൾ ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു പാത്രത്തിലേക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ആ പൗഡർ കുറച്ച് ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൗഡർ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വന്നിരിക്കുന്നത്.
നമ്മുടെ വീട്ടിലൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം എടുക്കാം. നല്ല സ്മെല്ലുള്ള പെർഫ്യൂം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു തവണ മാത്രമാണ് സ്പ്രേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ്. അതിലേക്ക് ഞാൻ ഈ പൗഡർ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ അടുപ്പിട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് വീട്ടിലുള്ള കർട്ടൻ്റെ സൈഡിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നത്. സെറ്റിയുടെ ആ കവറിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൗഡർ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നർ കിട്ടിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ടയൊക്കെ കുറച്ചധികം നാൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അത് കേടായിപ്പോയോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളൊരു ടിപ്പായിട്ടാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പായിരിക്കും. എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു മുട്ട എടുത്ത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ട അതേ താഴത്തേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ചീത്തയായിട്ടില്ല, നല്ല മുട്ടയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ മുട്ട മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ്, ഈ മുട്ട ചീത്തയായി എന്നാണ് അർത്ഥം. ഈ ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.